ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാകട്ടെ. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി കൊരട്ടിക്ക് തൊട്ടടുത്തായി ചിറങ്ങര എന്ന ലൊക്കേഷനിലുള്ള 7.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലാഡിംഗ് സ്റ്റോണുകളെല്ലാം പതിപ്പിച്ച് പെയിന്റിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സുന്ദരി കുട്ടി തന്നെയാണ് ഇത്. NH നിന്ന് വെറും 300 മീറ്റർ ദൂരം മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള അകലം. മെയിൻ റോഡിൽ നിന്ന് 7 മീറ്റർ വീതിയിലുള്ള ഒരു ഇന്റേണൽ റോഡാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. ഈ വീടിന് നല്ലൊരു ചുറ്റുമതിൽ കൊടുത്ത് മുൻഭാഗത്തായി ക്ലാഡിംഗ് സ്റ്റോണുകൾ പതിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടാണിത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 ഫോൾഡിംഗ് ഗേറ്റുകളാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഏതൊരു വലിയൊരു വാഹനത്തിനും കടന്നു വരാവുന്ന രീതിയിലാണ് ഈ മുൻഭാഗത്തെ ഗേറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ 3-4 വാഹനങ്ങൾ ഓപ്പൺ ഏരിയയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വീടിന്റെ മുറ്റത്തായി ഏതൊരു കാലാവസ്ഥയിലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിറയെ വെള്ളമാണ് ഈ കിണറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീടിന്റെ മുൻഭാഗത്തായി പില്ലറുകളിൽ ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ച് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. 3-4 പില്ലറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 പില്ലറുകളിലും ടൈലുകൾ ഒട്ടിച്ച് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻഭാഗത്തായി ചുമരുകളിലും ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ച് മനോഹരമാക്കി തീർത്തതാണ്. മുകളിൽ LED ലൈറ്റുകൾ കൊടുത്ത് സുന്ദരമാക്കിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് വെളിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിശാലമായ ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗത്ത് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ചുമരുകളിൽ ടൈലുകൾ പതിപ്പിച്ച് വളരെ ഭംഗിയാക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. 3 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള വാൾഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഇവിടെയായി ഒരു മിറർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെയാണ് കിട്ടുന്നത്. വിശാലമായ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇതാണ് 2ാമത്തെ മാസ്റ്റർ ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്.
3 പാളികളിലായി കൊടുത്തിട്ടുള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെ കിട്ടുന്നത്. നിറയെ സ്റ്റോറേജ് ഏരിയ ഇവിടെയും ലഭിക്കുന്നു. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഈ വീടിന്റെ മനോഹരമായ കിച്ചൺ ഒന്ന് കാണാം. ഇവിടെയാണ് കിച്ചന്റെ സ്ഥാനം. നിറയെ സ്റ്റോറേജ് ഏരിയ എല്ലാം കൊടുത്ത് ഒരു കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. വളരെ ഭംഗിയുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സിങ്കിന്റെ സ്ഥാനം. ധാരാളം സ്റ്റോറേജ് ഏരിയ ഇവിടെ ലഭിക്കുന്നു. ഇവിടെയാണ് കിച്ചൺ ഹോബിന്റെ സ്ഥാനം. ഇവിടെയാണ് സ്റ്റൗവിന്റെ സ്ഥാനം. ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നല്ലൊരു മോഡുലർ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് മനോഹരമായി ആക്കി തീർത്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കിച്ചന്റെ തൊട്ട് ചേർന്ന് ഇവിടെയായി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു വർക്ക് ഏരിയയുടെ സ്ഥാനം. ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഒരു ലിവിംഗ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മനോഹരമായ ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയുമാണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലത്തെ നിലയിലേക്ക് നടന്ന് കയറുമ്പോൾ സ്റ്റെപ്പുകളിൽ ടൈലുകൾ വിരിച്ച് വുഡ് വർക്കിൽ തീർത്തിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന രീതിയിലാണ് പർഗോളകൾ കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ പർഗോളകളുടെ നിർമ്മാണം. വളരെ പ്ലാനിങ്ങോടുകൂടി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു വീടാണ്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സീലിംഗിൽ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സീലിംഗ് ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് 3ാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. 3 പാളികളിലായി നിർമ്മിച്ചിട്ടുള്ള ധാരാളം സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന രീതിയിലാണ് ഈ വാർഡ്രോബുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. വളരെ വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് 4ാമത്തെ ബെഡ്റൂമും. ഇവിടെയാണ് വിശാലമായ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയ ഇതിനകത്ത് കിട്ടുന്നു. ഇവിടെയാണ് വാഷ്റൂമിന്റെ സ്ഥാനം. ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ചെയറുകൾ ഇട്ടിരുന്ന് സംസാരിച്ചിരിക്കുന്നതിനും ചായ കുടിച്ചിരുന്ന് കാറ്റുകൊള്ളുന്നതിനും ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഈ ബാൽക്കണിയിലിരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ബാൽക്കണിയിലിരുന്നാൽ വീടിന്റെ മുറ്റവും റോഡും മറ്റു വീടുകളും പ്രകൃതിയും എല്ലാം നമുക്ക് ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇവിടെ നമുക്ക് ഒരു വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഇവിടെ ലഭിക്കുന്നു. വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്താൽ ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയയാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു വാട്ടർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീന്റെ സ്ഥാനം ഇവിടെയാണ്. 2ാമത്തെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നു. വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കി ഒരു യൂട്ടിലിറ്റി ഏരിയ ആക്കി ഇതും എടുക്കാവുന്നതാണ്. ഈ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു അപ്പർ ലിവിംഗ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 ഓപ്പൺ ടെറസിലേക്കും ഒരു ഫ്രണ്ട് ബാൽക്കണിയിലേക്കുമാണ് എൻട്രൻസുകൾ കൊടുത്തിട്ടുള്ളത്. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളിൽ നിന്നും പച്ചപ്പിന്റെ തുരുത്തുകൾ തേടുന്നവർക്കായി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഇത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും
താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് ഇത്. നാഷണൽ ഹൈവേയിലേക്ക് വെറും 300 മീറ്ററും കറുകുറ്റി അപ്പോളോ അഡ്ലക്സിലേക്ക് 1 കിലോമീറ്ററും കൊരട്ടി ജംഗ്ഷനിലേക്ക് വെറും 2 കിലോമീറ്ററും ചാലക്കുടിയിലേക്ക് 8 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഈ വീടിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വളരെ അടുത്തായി മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ എന്നീ എല്ലാവിധ സൗകര്യങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയം കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ അനുയോജ്യമായ ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല അയൽക്കാരോടൊപ്പമുള്ള ഒരു സൗഹൃദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ അനുയോജ്യമായ ഒരു ലൊക്കാലിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നഗര ഹൃദയത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കോണുകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് കൊരട്ടി ചിറങ്ങര എന്ന ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീട് 7.5 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിതം സന്തോഷകരമാക്കുന്നതിന് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും ഈ വീട് വാങ്ങുന്നതിനും മറ്റ് പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിനും ഞങ്ങളെ ഉടനടി ബന്ധപ്പെടുക. യൂട്യൂബ് ചാനലിൽ കയറി മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും നിരവധി വീഡിയോകൾ അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ തീർച്ചയായും ഈ ചാനൽ ഉപകാരപ്പെടും. വീഡിയോ സ്ക്രോൾ ചെയ്യാതെ മുഴുവനായി കാണുക. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLXിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.